ഹലോ എവരിവൺ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഒരു യൂസർ സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ACCA വേഴ്സസ് CA എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത്. ബേസിക്കലി ACCA വേഴ്സസ് CA അല്ലെങ്കിൽ അങ്ങനെ കുറേ കോഴ്സസിൻ്റെ ഒരു വേഴ്സസ് ഇത് ആക്ച്വലി ടോപ്പിക് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ബട്ട് ദി ഐഡിയ ഷുഡ് ബി every course has its own value, benefit. പിന്നെ എന്താണ് ഒരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്താണ് ആവേണ്ടത് അതിൻ്റെ മുകളിലാണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത്. പക്ഷേങ്കിൽ എന്നിട്ടും ഈ പറഞ്ഞ കുറേ വീഡിയോസ് ഉണ്ട്. ACCA വേഴ്സസ് CA, ACCA വേഴ്സസ് CMA, അങ്ങനെയുള്ള കുറേ കോഴ്സസ് ഉണ്ട്. ദിസ് വീഡിയോസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതെന്ന് വെച്ചാൽ മേ ബി എ സ്റ്റുഡൻറ്റ് ഹാസ് ഇൻക്യൂസിറ്റീവ് ഇൻ മൈൻഡ്. ഞാനൊരു ജനറൽ കാറ്റഗറിയിൽ ഒരാളാണ്, ജസ്റ്റ് ഒരു കോഴ്സിനെ കൊണ്ടെന്തെങ്കിലും എനിക്കൊരു ബെനിഫിറ്റ് കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, അതായിരിക്കും ഒരു ബേസിക് ഐഡിയോളജി ദേ വാണ്ട്. കോഴ്സിനെ കൊണ്ട് എന്ത് ബെനിഫിറ്റാണ്, ഞാനൊരു കോഴ്സ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ആവുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു കോഴ്സിനെ കൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുമെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ഡിസ്കഷൻ ACCA വേഴ്സസ് CA അല്ലെങ്കിൽ CMA, CPA എന്തെങ്കിലും ഇങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വേർ എൻറ്റയർലി ഈ കോഴ്സസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലൈക്ക് കോസ്റ്റ് എത്രയാണെന്നും ഡ്യൂറേഷൻ എത്രയാണെന്നും എവിടെയാണ് എംപ്ലോയി ആവുക എന്നുള്ളതും ഓർഗനൈസേഷൻ ഏതായിരിക്കും, അത് ഈ കോഴ്സ് എങ്ങനെ എടുക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നുള്ള ഒരു വീഡിയോ ആണ്. ഒരു ലെന്തി വീഡിയോ ആണ്, ബിക്കോസ് എവറിത്തിങ് കവർ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ വീഡിയോയിൽ. ACCA, CA, CMA, CPA, ACCA ഒക്കെ കവർ ചെയ്യുന്നത്. CS, everything I have covered in that. Okay, you can go and check it out. I will leave the description or the link in the description, as well as in the I button also. I'll leave it. Now why did I make this video? Okay, so something I wanted to share is that okay, നമുക്കൊരു ഇങ്ങനെ ഒരു എടുക്കാം. ഞാൻ രമേശാണ്, അതേപോലെ വേറൊരാൾ സുരേഷും ഉണ്ട്. അപ്പോൾ രമേശിന് ഇതാണ് ആവേണ്ടത്, എന്താ പറയുക, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററാണ് ആവേണ്ടത്. ആ സ്ഥാനീയ സ്ഥലത്ത് അവൻ്റെ ലോക്കലായ സ്ഥലത്ത് അവനൊരു സ്ഥാപനം തുടങ്ങണം, ഒരു CA ഫേം ഇടണം, അവന് കുറച്ച് ബാങ്ക് ഓഡിറ്റ്സ് വേണം, അവന് ലോക്കലായിട്ടുള്ള ടാക്സസൊക്കെ നല്ല വശമുണ്ട്. അപ്പം അങ്ങനെ അവൻ അവിടെ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കാനാണ് വിചാരിക്കുന്നത്. അത് വിചാരിച്ച് മാത്രമല്ല, അയാൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പം അയാൾക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് എന്താ പറയുക ട്രെയിനിങ്ങും അല്ലെങ്കിൽ അതിനോട് സമീപിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നി. ലോക്കലായിട്ട് സംസാരിച്ചിട്ടും അത് ഡീൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ചറിഞ്ഞു. അപ്പം ഇനി അയാൾക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി അവർക്ക് CA ആയാലാണ് ബെറ്റർ. ബിക്കോസ് ACCA ആയി കഴിഞ്ഞാൽ അവരവിടുത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനോ കാര്യങ്ങളോ ഒന്നും, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ CA ഫേം ഇടാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആവാൻ പറ്റില്ല, ബാങ്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ എന്താ ചെയ്യുക, അയാൾ എന്തായാലും CA ആണ് ചെയ്യുക. അപ്പോൾ CA ചെയ്യുമ്പം CA തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്ന്. CA ചെയ്തു തുടങ്ങിയിട്ട് ഇൻ കേസ് അയാൾക്ക് ഇത് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതല്ല അയാൾക്ക് ചെയ്യേണ്ടത്, എന്തെങ്കിലും വേറെ മാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡ്രോപ്പ് ഔട്ട് ദാറ്റ് ആൻഡ് ക്വിക്ക്ലി സ്വിച്ച് ടു സം അതർ കോഴ്സ്. ഓക്കെ, ബേസിക്കലി രമേശിൻ്റെ കാര്യം പറഞ്ഞു ഇങ്ങനെയാണുള്ളത്. അപ്പോൾ രമേശിൻ്റെ ഫാദറിൻ്റെ അടുത്ത് പൈസയുണ്ടോ, ഫാദറിനെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫണ്ടിങ് അവരാണ് തരുക. പിന്നെ അതിൻ്റെ മുകളിൽ ലോൺ എടുക്കേണ്ടയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. CAയുടെ കോഴ്സിൽ ഇറ്റ്സ് പ്രിറ്റി മച്ച് നോട്ട് കോസ്റ്റ്ലി, വെരി ലെസ്. ഇറ്റ്സ് കോസ്റ്റ്ലി അല്ല, തലവേദനയാണ് കൂടുതലുള്ളത്, കോസ്റ്റ്ലി അല്ല. ഓക്കെ, ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങും സ്ട്രെനുവസ് കുറേ ആയിട്ടുള്ള ഒരു ലെന്തി ഇതാണ് കോഴ്സാണ്. ആൻഡ് വെരി ടയറിങ് ഓൾസോ ആൻഡ് വെരി ഡിമാൻഡിങ്, വെരി ഡിമാൻഡിങ്. ഓക്കെ, നമുക്ക് ഡിമാൻഡിങ് എന്ന് പറയുമ്പോൾ ടു മച്ച് ഓഫ് എഫേർട്ട്, ഡെഡിക്കേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക്, പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതെല്ലാം വേണ്ടുന്നൊരു കാര്യമാണ്. ഓക്കെ, കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, വളരെ സ്റ്റഡീസ് ഒരാൾ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നതല്ല. അറ്റ് ദാറ്റ് മൂമെൻറ്റ് ഇഫ് ദ പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് ഗുഡ് ദെൻ യു ക്യാൻ ബേസിക്കലി ക്രാക്ക് ദി എക്സാം. അതാണ് അതിനകത്ത്. ഇനി നമുക്ക് സുരേഷിനെ കുറിച്ച് എടുക്കാം. സുരേഷ് ഇസ് ലൈക്ക് ജനറൽ കാറ്റഗറി. കോഴ്സ് കണ്ടിട്ട് എനിക്കൊരു സർവീസ് ഓർഗനൈസേഷനിൽ എവിടെയെങ്കിലും പോയാൽ മതി, എനിക്ക് ഈ സ്ഥാപനം തുടങ്ങാൻ പറ്റുമോ എന്നും അറിയില്ല. പക്ഷേങ്കിൽ ചെയ്ത് നോക്കിയിട്ട് CA ആയിക്കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടൂലേ, നല്ല ശമ്പളം കിട്ടൂലേ, പിന്നെ പുറത്തേക്കൊക്കെ പോകാൻ പറ്റില്ലേ. ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി അയാൾ എന്താ ചെയ്യുക,
ACCA LSCA ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, ACCA ഇന്നത്തെ തീയതിയിൽ മാർക്കറ്റിൽ നല്ല വാല്യൂ ആണുള്ളത്. CAൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ബിക്കോസ് CAയുടെ അത് ലോക്കൽ ലോസും പിന്നെ കൂടുതൽ സ്ട്രിക്റ്ററുമാണ്, ടഫും കൂടിയാണ്. ACCA ഇതിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയർ എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ CA ആയതുകൊണ്ട് ഞാനിത് ഈസിയാണെന്ന് പറയുന്നതല്ല. ACCAയുടെ പാസിംഗ് പെർസെൻറ്റേജും ഇറ്റ്സ് ലോട്ട് ബെറ്റർ. പിന്നെ ദ മാനർ ഇൻ വിച്ച് യു ക്യാൻ അപ്പിയർ എക്സാം, ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാം നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ഏത് എക്സാം നിങ്ങൾക്ക് എടുക്കണം, ചെയ്യേണ്ടതെന്നുള്ളതും. പിന്നെ പോയിൻറ്റ്സ് ഉണ്ട്. ഓരോ എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞതിനുള്ള പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ആ പോയിൻറ്റ്സ് ലൈക്ക് BCom എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ട്, ആ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ചൂസ് ചെയ്യാം, സബ്ജക്ട്സ് ചൂസ് ചെയ്യാം, ഏത് എഴുതണ്ട എന്താണെന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാം. CAയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. CAയിൽ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ബട്ട് ACCA ഈസ് ലോട്ട് സിംപ്ലർ ഇൻ ദാറ്റ് മാനർ. പിന്നെ പെട്ടെന്ന് CAയുടെ കമ്പാരിറ്റീവ്ലി ACC പെട്ടെന്ന് കഴിയും. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ലെസ് ആണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ടു CA അത് കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇന്നത്തെ തീയതിയിൽ കോസ്റ്റ്ലി എന്നുള്ളത് ഇപ്പം കോസ്റ്റ്ലി എന്നുള്ള വിഷയത്തിൻ്റെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ലോൺ എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു വളരെ സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ മേ ബി യു വിൽ ഹാവ് ടു ടേക്ക്. അതർവൈസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോസ്റ്റ്ലി, ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ഓൾസോ. ബിക്കോസ് കോസ്റ്റ്ലി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കോച്ചിങ് ക്ലാസ്സിൻ്റെ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. CAയുടെ കോച്ചിങ്ങും നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷേ CAയുടെ നോർമൽ ഫീസ് രജിസ്ട്രേഷൻ അല്ലേ നോർമൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരാനുള്ള കോഴ്സ് ഒന്നുമില്ല, വെരി നോമിനലാണ്. പക്ഷേ ACCയുടെ അങ്ങനെയല്ല. നോർമൽ രജിസ്ട്രേഷൻ ഫീസും മറ്റേതൊക്കെ കുറച്ച് ഹെഫ്റ്റിയാണ്. വൈ? ബിക്കോസ് ഇറ്റ്സ് ഓവർസീസ് കോഴ്സ്, ഒരു UK ബേസ്ഡ് കോഴ്സാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. പിന്നെ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ BCom കഴിഞ്ഞ് കയറുകയാണോ, 12th കഴിഞ്ഞ് കയറുകയാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ACCA ഇൻ ദാറ്റ് കേസ് ഈസ് മച്ച് മോർ ഈസിയർ കമ്പാരിറ്റീവ്ലി ടു CA. പിന്നെ ACCൻ്റെ ഒരു ബെനിഫിറ്റ് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്കൊക്കെ ജോലി ചെയ്യുമ്പം ഇൻ്റർനാഷണൽ ലോസിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ആദ്യമേ കുറച്ചുകൂടി പഠിച്ച് വരാൻ പറ്റും. ഓക്കെ, ഇൻ ഡെപ്ത് ആയിട്ട് ഒരു CA പഠിക്കുന്ന ഡെപ്തിൽ ACCA ഇല്ല. പക്ഷേ ഈ ഇൻഡെപ്ത് നോളേജിൻ്റെ ആവശ്യമുണ്ടോ ഒരു പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒട്ടും ആവശ്യമില്ല. നോർമൽ ജനറിക് ഒരു CA ചെയ്യുന്ന ജോലി തന്നെ ചിലപ്പോൾ ACCAയും ചെയ്യും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷേ യെസ്, CA സ്റ്റിൽ ഹാസ് എ വാല്യൂ ബിക്കോസ് കുറേ ഡൈനാമിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഡൈനാമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് CAയിൽ കുറച്ചൊരു പ്ലസ് പോയിന്റ്. ഓക്കെ, ഓവർ ദി ഇയേഴ്സ് ഒരു ACCA ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ബാലൻസ് ഔട്ട് ആവും. അപ്പോൾ ACC ചെയ്യുമ്പോൾ യു ഹാവ് ലീഡ് അഹെഡ്, യു ക്യാൻ ലീഡ് അഹെഡ് ബൈ ത്രൂ ആൻ എക്സ്പീരിയൻസ് ആൻഡ് ഓൾ. പിന്നെ പണ്ടത്തെ പോലെ CAക്ക് കോച്ചിങ് ക്ലാസ് ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ജസ്റ്റ് ബുക്സ് പബ്ലിഷ് ചെയ്തു, റോ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ട് വേറൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നതല്ല, ദർ ഇസ് ലോട്ട് ഓഫ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹു ഇസ് ഹെൽപ്പിംഗ് ഔട്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ACCAക്കും, ദർ ഇസ് ലോട്ട് ഓഫ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹു ഇസ് സപ്പോർട്ടിങ് ആൻഡ് they are channelizing how you can clear and all. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ. ദി hefty amount again for ACCA would be of coaching classes, അതും കൂടിയും ബെയർ ചെയ്യണം. പക്ഷേങ്കിൽ ACC ആയി കഴിഞ്ഞാൽ യെസ്, ഒരു ട്രെയിനിങ് അവർ മേ ബി ഒരു ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് they will undergo under CA basically because CA would have much more knowledge which ACCA won't have. So ACCക്ക് അത് ഗ്രൂം ചെയ്തതിന് ശേഷം then it's the same. പോവാം, പുറത്തേക്ക് പോവാം. അല്ലെങ്കിൽ പുറത്തേക്ക് പോകാമെന്നുള്ളതാണ് വലിയൊരു കാര്യം ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. ബിക്കോസ് ACCAൻ്റെ ഇൻ്റർനാഷണൽ റിലവൻസ് ഒരുപാടുണ്ട്. ലൈക്ക് UK ബേസ്ഡ് കോഴ്സ് ആയ കാരണം കുറേ സ്ഥാപനത്തിൽ ACCA ഈസ് റിക്വയർഡ്. ബേസിക്കലി ACCA റൂട്ട് ഒരു ബിഗ് ഫോറിലൂടെ പോകാനാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ എൻ്റെ ബേസിക്കലി കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഇഫ് യു ആർ വില്ലിംഗ് ടു വർക്ക് ഫോർ എ സർവീസ് ഓർഗനൈസേഷൻ ഡെഫിനറ്റ്ലി ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ACCA അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ഫോറിൻ്റെ ആ ഒരു റൂട്ടിലൂടെ പോവുക. ബിഗ് ഫോർ അല്ലെങ്കിലും മിഡ് സൈസ് ബിഗ് ഒരു നോട്ട് വർത്തി ആയിട്ടുള്ള CA ഫേംസിലൂടെ വർക്ക് ചെയ്തിട്ട്
വരിക സോ ദാറ്റ് യു ഗെറ്റ് ഹയർഡ്. അങ്ങനെ പിന്നെ ഈ ബ്രാൻഡിൻ്റെ ആണ് ബേസിക്കലി കൾച്ചർ. ഒരു ACC ആയ വ്യക്തിയെ അങ്ങനെ അങ്ങ് പിക്ക് ചെയ്ത് കളയോ, അല്ലെങ്കിൽ ഒരു C ആയ വ്യക്തി അങ്ങനെ അങ്ങ് പിക്ക് ചെയ്യില്ല. സം വാട്ട് ബ്രാൻഡിങ് ഇസ് റിക്വയർഡ്. സോ ദാറ്റ് ലൈക്ക് ഉള്ളിലത്തെ സ്കിൽ സെറ്റും മറ്റേതൊക്കെ ബിക്കം സെക്കൻഡറി. ഇഫ് യു ആർ ഇൻ ടു ദാറ്റ് ബ്രാൻഡ്, യെസ്, അവിടെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ പോളിഷ് ആക്കും. ഡെഫിനറ്റ്ലി യു വിൽ സ്റ്റാൻഡ് ഔട്ട് വെൻ യു കം ഔട്ട് ഫ്രം ദർ. അപ്പം അത് എന്തായാലും ട്രൈ ചെയ്യാം. സോ ACC വേഴ്സസ് CA ഇസ് നത്തിങ് ബട്ട് ഒരു ഡിസ്ക്ലെയിമർ പോലെ രണ്ടും ഒരുപോലെ തന്നെ ഒരു കോഴ്സാണ്. പക്ഷെങ്കിൽ ഞാൻ ഈ രമേശ് സുരേഷ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് പറഞ്ഞില്ലേ, സുരേഷ് ബേസിക്കലി ഞാനൊരു സുരേഷ് ആയിരുന്നു, വേർ ഐ വാണ്ടഡ് ടു എക്സ്പ്ലോർ വിത്ത് ദി സർവീസ് ഇൻഡസ്ട്രി, basically internal audit, project management and lot more things which were unknown at that time. അപ്പോൾ ACCA പോലത്തെ ഒരു കോഴ്സ് അന്ന് ഉണ്ടായിരുന്നില്ല. It was only CA, and CA actually took time for me, and so that's why I'm willing to make this video. Like in this what do you call this decade, if you'll see ACCA, CA, CPA, CMA, there is lot more courses which is focused on its own area. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു വീഡിയോ ACCA versus CA, CMA എന്നുള്ള ഒരു വീഡിയോ എന്തായാലും കാണുക. ബിക്കോസ് ഇന്നത്തെ ഒരു ഇതിൽ ACCA ഇതിൻ്റെ കോഴ്സിൻ്റെ റിലവൻസ്, അല്ലെ ഏത് ഓർഗനൈസേഷൻ ഹൂ ഹാസ് ടു ഡു വാട്ട്, you will understand from there, and you will be able to figure out it much more well. So that will help you take a better decision. So this is just my personal opinion that ACCA seems better now because everybody has the cost. അല്ലേ, ഒരു ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ കേട്ടില്ല, നിങ്ങൾ തന്നയുടെ അടുത്ത് കാശുണ്ടെങ്കിൽ CA ഒരിക്കലും ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓക്കെ, എത്ര മോട്ടിവേഷൻ ഇതും ചെയ്ത് കഴിഞ്ഞാലും ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് കോഴ്സ്, it sucks out everything. It sucks out everything. Everything എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. സോ കാശുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ACCA അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്യാം. കാശില്ലാന്നുണ്ടെങ്കിൽ ഒട്ടുമില്ല, ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഇതൊക്കെ ചെയ്തേ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ സ്റ്റിക്ക് ടു CA. ആൻഡ് യെസ്, CAയുടെ എല്ലാ സ്റ്റേജിനും അതിനുള്ള റിലവൻസ് ഉണ്ട്. CA ഇൻ്റർ ആയാലും ഡെഫിനറ്റ്ലി. പക്ഷേങ്കിൽ CA ഇൻ്റർ ആയി കഴിഞ്ഞിട്ട് CA ഇൻ്റർ ആയ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ it left out. If it is incomplete, then it's even more suffocation. So I have felt that suffocation a lot. So അതുകൊണ്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. So it's just a personal opinion, just a disclaimer. So hope you like this video, and if you have any such kind of queries or comments, please drop it in the comment box. I'll make sure to reply you very soon. Thank you.